നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നമ്മുടെ മൊബൈൽ നമ്പറിലോ ഇമെയിൽ ഐ ഡിയിലോ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെൻറ്റർ ബേസ്ഡ് എക്സാമിനെ ഹോം ബേസ്ഡ് എക്സാം ആക്കാനോ ഹോം ബേസ്ഡിനെ സെൻറ്റർ ബേസ്ഡ് എക്സാം ആക്കാനോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഓപ്റ്റ് ഔട്ട് ചെയ്യാനോ ഓപ്റ്റ് ഇൻ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ കൂടി തന്നു. ഓപ്റ്റ് ഔട്ട് ചെയ്യാനോ ഓപ്റ്റ് ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി തന്നു. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സെൻറ്റർ ബേസ്ഡിനെ ഹോം ബേസ്ഡ് ആക്കുന്നത്, ഹോം ബേസ്ഡിനെ സെൻറ്റർ ബേസ്ഡ് ആക്കുന്നത്, മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ 2 ഗ്രൂപ്പാണ് ഇപ്പോൾ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരു ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അതായത് 2 ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പ് മാത്രമായിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ ചെയ്ത എക്സാമ്പിളിൽ കൃഷ്ണ എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട് ആകെ ഒരു ഗ്രൂപ്പ് മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഓപ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്റ്റ് ഔട്ട് ആയിരുന്നു. പിന്നെ നമുക്ക് ഈ പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വന്നില്ല. അപ്പോൾ എല്ലാവരും ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന്. ഞാൻ ഈ വീഡിയോ 2ാമത്തെ പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. അത് നമ്മുടെ ഒരു ഫ്രണ്ട് കണ്ടിട്ട്, നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ ഫ്രണ്ടാണ്, അവൻ എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ ഇങ്ങനെ ചെയ്തതിലൊരു പ്രശ്നമുണ്ട്, നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്തു. ആ മിസ്റ്റേക്ക് അവൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ചെയ്തു തന്ന ഒരു കുട്ടിയുടെ ആ ഒരു അറ്റംപ്റ്റ് തന്നെ നശിച്ചു പോയനെ. ഫുൾ സംഭവങ്ങളും ക്യാരി ഫോർവേഡ് ആയി പോയതിനെ നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു മിസ്റ്റേക്ക് സംഭവിക്കാം, ആ മിസ്റ്റേക്ക് സംഭവിക്കാതെ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരത്തെ വന്ന ഒരു മിസ്റ്റേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ. നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് സിംഗിൾ ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണാം. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന പരിപാടിയെല്ലാം ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ വെബ്സൈറ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുതൽ, അതായത് 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ 4 ദിവസം മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ മാക്സിമം 6-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാവരും ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. ഏറ്റവും താഴെയുള്ള നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കോഴ്സ് എന്താണ്, ഇൻ്റർമീഡിയറ്റ് ആണ്, നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഇത്രയും വരെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ സൈറ്റ് ഇവിടെ വരും. സൈറ്റ് വരുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻ കേസ് ഓഫ് ഹോം ബേസ്ഡ് എക്സാമിനേഷൻ പ്ലീസ് ചെക്ക് യുവർ സിസ്റ്റം. ക്ലിക്ക് ഹിയർ. നമ്മുടെ സിസ്റ്റം ചെക്ക് ചെയ്യാൻ വരും. നമ്മുടെ വെബ് ക്യാം ഓക്കെ ആണ്, വെബ് ക്യാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് എല്ലാം ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എസെൻഷ്യലായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അത് പോട്ടെ. ഇനി നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ തൊട്ടപ്പുറത്ത് ഷോ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ വരും. ഇവിടെ കുട്ടിയുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി. നമുക്ക് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയിലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഇവിടെ വരുത്താൻ പറ്റും. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് അപ്ലൈഡ് 1 and 2, 1ഉം 2ഉം ഗ്രൂപ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ്. സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ്. അതിന് താഴെ എക്സാമിനേഷൻ സെൻറ്റർ എറണാകുളമാണ്. ന്യൂ ഓപ്ഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ? ഇവിടെയാണ് നമ്മൾ വരുത്തിയ തെറ്റ്. ഈ ന്യൂ ഓപ്ഷൻ റിക്വയർഡിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൻറ്റർ ബേസ്ഡ് ആണ്. അതിന് ഹോം ബേസ്ഡ് ആക്കണമെങ്കിൽ ഹോം ബേസ്ഡ് സെലക്ട് ചെയ്യുക. ഓപ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? പക്ഷേ ഒരു കാര്യം, നമ്മളിവിടെ ഓപ്റ്റ് ഔട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 2 ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം നേരെ എന്ത് ചെയ്യും? നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് ഓപ്റ്റ് ഔട്ട് ആവും. മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഇവിടെ ഓപ്റ്റ് ഔട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് മാത്രമല്ല ഓപ്റ്റ് ഔട്ട് ആവുന്നത്, നമ്മുടെ 2 ഗ്രൂപ്പും ഓപ്റ്റ് ഔട്ട് ആവും. നമ്മൾ നേരത്തെ പറ്റിയ അബദ്ധവും അതാണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഓപ്റ്റ് ഔട്ട് സിംഗിൾ ഗ്രൂപ്പാണ് ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടുത്തെ ഓപ്റ്റ് ഔട്ട് ഫോർ നെക്സ്റ്റ് ടേം എന്ന് പറയുന്ന ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ കൊടുക്കരുത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെൻറ്റർ ബേസ്ഡ് ആണോ ഹോം ബേസ്ഡ് ആണോ സെലക്ട് ചെയ്യുക. നമുക്ക് സെൻറ്റർ ബേസ്ഡ് ആണ്. ഓക്കെ, സെൻറ്റർ ബേസ്ഡ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഓപ്റ്റ് ഔട്ട് മീൻസ് കംപ്ലീറ്റ് ഓപ്റ്റ് ഔട്ട് ഫോർ നെക്സ്റ്റ് ടേം. അതായത് ഇവിടെ നമ്മൾ ഓപ്റ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 2 ഗ്രൂപ്പും നെക്സ്റ്റ് ടേമിലേക്ക് ഓപ്റ്റ് ഔട്ടായി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? പാർഷ്യൽ ഓപ്റ്റ് ഔട്ട് ആണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പാണ് ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓപ്റ്റ് ഔട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 2 ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കിടപ്പുണ്ട്. നമുക്ക് ഗ്രൂപ്പ് 1 ആണ് ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഗ്രൂപ്പ് 1ൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ന്യൂ ഓപ്ഷൻ റിക്വയർഡിനകത്ത് ഒരിക്കലും ഓപ്റ്റ് ഔട്ട് ഫോർ നെക്സ്റ്റ് ടേം കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 ഗ്രൂപ്പും ഓപ്റ്റ് ഔട്ട് ആവും. നമുക്ക് വേണ്ടത് സിംഗിൾ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂ പാർഷ്യൽ ഓപ്റ്റ് ഔട്ട് റിക്വയർഡ്, അതിനകത്ത് വേണം ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഗ്രൂപ്പാണോ ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അതിനുശേഷം സെൻറ്ററിന് മാറ്റമൊന്നുമില്ല എങ്കിലും നമുക്കിവിടെ നോക്കാം. ഇവിടെ എറണാകുളമാണ് സെൻറ്റർ. എറണാകുളം ഷോ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക.
ഷോ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്ത് ആകെ ഒരു സെൻറ്ററേ ഉള്ളൂ, എറണാകുളത്തെ സെൻറ്റർ വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ അല്ലേടാ? അപ്പോൾ ഒന്നും കൂടി പറയുകയാണ്, ന്യൂ ഓപ്ഷൻ റിക്വയർഡിനകത്ത് ഓപ്റ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓപ്റ്റ് ഔട്ട് ആണ്. നമുക്ക് ഏതെങ്കിലും സിംഗിൾ ഗ്രൂപ്പാണ് ഓപ്റ്റ് ഔട്ട് ചെയ്യേണ്ടതെങ്കിൽ എവിടെ വേണം? ഇവിടെ വേണം ഓപ്റ്റ് ഔട്ട്. ഏതാ? ന്യൂ പാർഷ്യൽ ഓപ്റ്റ് ഔട്ട് റിക്വയർഡിനകത്ത് വേണം എന്ത് ചെയ്യാൻ? ആ സിംഗിൾ ഗ്രൂപ്പ് കൊടുക്കാൻ. ഓക്കെ അല്ലേ? ഇനി ഓപ്റ്റ് ഇൻ ചെയ്യാനാണെങ്കിലോ ഒന്നുമില്ല. നമ്മൾ ഈ ന്യൂ ഓപ്ഷൻ റിക്വയർഡിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓപ്റ്റ് ഇന്നിൻ്റെ ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഓപ്റ്റ് ഇന്നിൻ്റെ ഓപ്ഷൻ വരാത്തത്. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ പ്രശ്നം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക? സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റെക്കോർഡ് സബ്മിറ്റഡ് ആയി. നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പും ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ എക്സാം ആണ്. പാർഷ്യൽ ഓപ്റ്റ് ഔട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഗ്രൂപ്പ് 1 ആണ്, എറണാകുളമാണ്. ഓക്കെയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി, നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുക. ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതേ സെയിം പ്രൊസീജിയർ ഒന്നും കൂടി ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ ചെയ്തില്ലേ, അതുപോലെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ലോഗിൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. ലോഗിൻ ക്ലിക്ക് ചെയ്ത് ഷോ റെക്കോർഡ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന റെക്കോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. നോക്കി, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2 ആണ്. ഇപ്പോൾ സെൻറ്റർ ബേസ്ഡ് ഓൺലൈൻ എക്സാമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന. പാർഷ്യൽ ഓപ്റ്റ് ഔട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പാർഷ്യൽ ഓപ്റ്റ് ഔട്ട് ഗ്രൂപ്പ് 1 ആണ്. ഓക്കെ അല്ലേ? പാർഷ്യൽ ഓപ്റ്റ് ഔട്ട് ഗ്രൂപ്പ് 1 ആണ്. എറണാകുളമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെൻറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓപ്റ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ന്യൂ ഓപ്ഷൻ റിക്വയർഡിനകത്ത് ഓപ്റ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 2 ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ആയി പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട സിംഗിൾ ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ താഴെ വന്നിട്ട് പാർഷ്യൽ ഓപ്റ്റ് ഔട്ട് റിക്വയർഡിനകത്ത് വേണം നമ്മുടെ ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. 6-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ 6-ാം തീയതി വരെ കാത്തിരിക്കാതെ മാക്സിമം എത്രയും പെട്ടെന്ന് എല്ലാവരും എത്തിക്കാൻ പറ്റുമോ അത്രയ്ക്ക് പെട്ടെന്ന് എത്തിക്കുക. എല്ലാവരും കാണട്ടെ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഏത് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.